നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണ്ട് കേരളത്തിൽ സാർവത്രികമായി ഉണ്ടായിരുന്നതും എന്നാൽ ഇന്ന് ക്രിമിനൽ കുറ്റമായി മാറുകയും ചെയ്ത ഒന്നാണ് ശൈശവ വിവാഹം. ക്രിമിനൽ കുറ്റമെന്ന പദവിയുണ്ടെങ്കിലും നിരവധി ശൈശവ വിവാഹങ്ങളാണ് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ശൈശവ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പലപ്പോഴും പലരുടെയും മനസ്ഥിതിയിൽ വലിയ മാറ്റങ്ങളില്ലെന്നു തന്നെയാണ് പുറത്തുവരുന്ന വാർത്തകളും. ചിരിച്ചും കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ പെൺകുട്ടികളെ ബലമായി വിവാഹ ജീവിതത്തിലേക്ക് തള്ളിവിടുന്ന പ്രവണത പ്രബുദ്ധതയുടെ പേരിൽ അഹങ്കരിക്കുന്ന ഈ കേരളത്തിൽ ഒട്ടും കുറവല്ലെന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന വലിയൊരു പദ്ധതിയാണ് പൊൻവാക്ക്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടന്നാൽ അത് തടയുന്നതിനായാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയിലൂടെ 2021 മുതൽ 2024 ജനുവരി വരെ ഏകദേശം 26 ശൈശവ വിവാഹങ്ങൾ തടയാൻ കഴിഞ്ഞിരുന്നു. ഇത്തരത്തിൽ വിവാഹങ്ങൾ നടക്കുന്നതായി വിവരം അറിയിക്കുന്ന വ്യക്തികൾക്ക് പാരിതോഷികമായി 2500 രൂപയും സർക്കാർ നൽകുന്നുണ്ട്. അതിന് പ്രകാരം ഇതുവരെ 65,000 രൂപ പാരിതോഷികമായി നൽകിയിട്ടുമുണ്ട്. പൊൻവാക്ക് പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം തടഞ്ഞതെവിടെ എന്ന് ചോദിച്ചാൽ ആ കുപ്രസിദ്ധി മലപ്പുറത്തിനാണ്. 10 ശൈശവ വിവാഹങ്ങളാണ് ഇവിടെ തടഞ്ഞത്. അതേസമയം ശൈശവ വിവാഹങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്ത് തന്നെ. 2021-22 വർഷത്തിൽ 14 ശൈശവ വിവാഹങ്ങളാണ് ഈ ജില്ലയിൽ നടന്നത്. 2022-23 10 വിവാഹങ്ങളും 2023-24 ജനുവരി വരെ 17 ശൈശവ വിവാഹങ്ങളും മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതിൽ 2024 മാത്രം 2 ശൈശവ വിവാഹങ്ങൾ നടന്നതായാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നാണക്കേടിൽ ഉൾപ്പെടാത്ത ജില്ലകളുമുണ്ട്. കോട്ടയം, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ശൈശവ വിവാഹങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മറ്റെല്ലാ ജില്ലകളിലും ഒന്നെങ്കിലും ശൈശവ വിവാഹങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, വയനാട് ജില്ലകളിൽ ഒരു ശൈശവ വിവാഹം വീതമാണ് തടഞ്ഞത്. ഈ ജില്ലകളിൽ 2500 രൂപ വീതം പാരിതോഷികത്തിന് ചെലവായി. അതേസമയം കൊല്ലം, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിൽ 2 ശൈശവ വിവാഹങ്ങൾ വീതം തടഞ്ഞിട്ടുണ്ട്. 5000 രൂപ വീതം ഓരോ ജില്ലയിലും പാരിതോഷികം നൽകാൻ ചെലവായിട്ടുണ്ട്. പാലക്കാടും കോഴിക്കോടും 3 വീതം ശൈശവ വിവാഹങ്ങൾ തടഞ്ഞപ്പോൾ പാരിതോഷികത്തിനായി 7500 രൂപ വീതം ചെലവായി. അതേസമയം മലപ്പുറത്ത് പാരിതോഷികം നൽകാൻ ചെലവായത് 25,000 രൂപയാണ്. അതായത് തടഞ്ഞത് 10 ശൈശവ വിവാഹങ്ങളും. പൊൻവാക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് പൊതുജന പങ്കാളിത്തത്തോടെയാണ്. വിവരം അറിയിക്കുന്നവർക്ക് പാരിതോഷികവും ഉണ്ടാകും. ശൈശവ വിവാഹം നടക്കാൻ സാധ്യതയുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ബ്ലോക്ക് തലത്തിൽ ശിശു വികസന പദ്ധതി ഓഫീസർമാരെയോ ജില്ലാതലത്തിൽ ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർമാരെയോ അറിയിക്കാം. ഫോണിലോ ഇമെയിൽ വഴിയോ വിവരം അറിയിക്കാം. വിവരം നൽകുന്ന വ്യക്തിയുടെ വിവരങ്ങൾ തീർത്തും സ്വകാര്യമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, വിവാഹം നടക്കുന്നതിന് മുൻപ് നൽകുന്ന വിവരത്തിനാണ് പാരിതോഷികം. വിവാഹം നടന്നു കഴിഞ്ഞാൽ പാരിതോഷികം ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇത്തരമൊരു ക്രൂരത കണ്ണിന് മുന്നിൽ നടക്കുന്നത് കണ്ടാൽ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കരുത്.